ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. മാത്യു ചാപ്റ്റർ 6:9. ഫാദർ, our Father in heaven, holy be your name, hallowed be thy name. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. എങ്ങനെയാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം വിശദീകരിക്കപ്പെടണം എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനാണ്, പരിശുദ്ധൻ 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 എന്ന് സ്വർഗത്തിലെ ദൂതന്മാർ 24 മണിക്കൂറും സദാകാലം ഇങ്ങനെ കോടാനുകോടി വർഷങ്ങളോളം ദൈവം ആദിയും അന്തമില്ലാത്ത ദൈവമാണ്. ഒരിക്കലും ഒരു ബിഗിനിങ് ഓർ എൻഡ് അങ്ങനെയില്ലാത്ത ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. Who is this God? He is Alpha and Omega, no end, no beginning, no end. അങ്ങനെയുള്ള ആരും ദൈവത്തെ ഉണ്ടാക്കിയില്ല, ദൈവം തന്നെ ഉള്ളതാണ്. ആമേൻ. അങ്ങനെ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്, ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ദൈവത്തെ കോടാനുകോടി ദൂതന്മാർ രാപ്പകൽ ഇങ്ങനെ കടമയ്ക്കാതെ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി ഹോളി ഹോളി. അങ്ങനെയുള്ള ഒരു കളങ്കമില്ലാത്ത ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവം. ബൈബിളിലെ ദൈവമാണ് സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു ആകുന്ന ദൈവം, പരിശുദ്ധാത്മാവായ ഏക ദൈവം, ഒരേ ദൈവം, 3 വ്യക്തികൾ. അതാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ദൈവത്തെ നമ്മൾ വിശുദ്ധീകരിക്കാൻ, മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ശേഷിപ്പായിട്ട് ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മളെല്ലാം ശ്വസിക്കുന്നത്. നമ്മുടെ ഹൂസ് ബ്രെത്ത് ഈസ് ഇൻ യു, ഗോഡ്സ് ബ്രെത്ത് ഈസ് ഇൻ യു. ദൈവത്തിൻ്റെ ബ്രെത്താണ് നമ്മൾ ബ്രീത് ചെയ്യുന്നത്. ആ ബ്രെത്ത് ഇതാ ഒരു ഞൊടിയടികളിൽ അങ്ങ് എടുത്താലോ പോയല്ലോ. ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു ആക്സിഡൻറ്റോ ഒരു അസുഖമോ അങ്ങനെ മാരകരോഗമോ ഒക്കെ വന്ന് പെട്ടെന്ന് മരിക്കുന്നു. പക്ഷേ ദൈവം കൃപയാൽ നമ്മളെ ജീവിപ്പിക്കുന്നു. എല്ലാ ദിവസവും നന്ദി പറയുന്നു എഴുന്നേൽക്കുമ്പോൾ. ദൈവമേ, എനിക്ക് തന്ന പുതിയ ദിവസത്തിനായി നന്ദി. എനിക്ക് തന്ന ഈ കർത്താവേ, അങ്ങയുടെ ശ്വാസം എന്നിലുണ്ടല്ലോ, ഞാൻ ബ്രീത് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം അങ്ങയുടെ കൃപയാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. ആമേൻ. അതാണ് ഇന്നലെ നമ്മൾ കേട്ട നമ്മുടെ എല്ലാ അവയവങ്ങളും കൊണ്ടും. 1 കൊരിന്ത്യർ 6:19-20 നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, മന്ദിരമാണ്, വീടാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ അവയവങ്ങളുടെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. കണ്ണുകൊണ്ട് എങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ കാതുകൾ കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് എങ്ങനെ അവൻ്റെ നാമം ഉയർത്തണം, വിശുദ്ധീകരിക്കപ്പെടണം, എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മുടെ കരങ്ങൾ, വിശുദ്ധമായ കരങ്ങളുണ്ടല്ലോ, എല്ലാവരും നോക്കിക്കേ. നിങ്ങളുടെ കരങ്ങൾ ദൈവം തന്ന കരങ്ങളാണ്. എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. അതാണ് ദാവീദ് പറയുന്നത്. Psalm 139:14, 139 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നു, എന്നെ അതിശയകരമായി അത്ഭുതകരമായും സൃഷ്ടിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന്. ഐ താങ്ക് യു ഗോഡ് ഫോർ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന്. ഈ കരങ്ങളും ഈ വിരലുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. എല്ലാം സൃഷ്ടിച്ച് എല്ലാ അവയവും അതിൻ്റേതായ ആ സ്ഥലത്ത് അപ്രോപ്രിയേറ്റ് പ്ലേസിലാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കൈയുള്ളിടത്ത് കാലായാലോ കണ്ണുള്ളത്ത് മൂക്കായാലോ എങ്ങനെയാണ് അതെന്ന് ഓർത്ത് നോക്കി. ദൈവം എത്രയോ വലിയ ദൈവമാണ്. എങ്ങനെ മനോഹരമായിട്ട്, എത്ര അതിശയകരമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. കർത്താവേ, ഈ കരങ്ങൾ കൊണ്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ കരങ്ങളെക്കുറിച്ച് Psalm 24:3 says, Who may ascend to the hill of the Lord? Who will stand in the presence of God? Those who have clean hands, those who have pure heart and pure lips. അത് നിർമ്മലമായ ഹൃദയമുണ്ടാകണം, നിർമ്മലമായ അധരമുണ്ടാകണം, നിർമ്മലമായ കരങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ കരങ്ങൾ കൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്. ആ കരങ്ങൾ ക്ലീൻ ആണോ എന്ന് എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നന്മയാണോ ചെയ്യുന്നത്, അതെയോ മോശമാണോ ചെയ്യുന്നത്? എത്ര ചീത്ത പ്രവൃത്തി ചെയ്താലും യേശുവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ പ്രാപിക്കണം. യേശുവിൻ്റെ രക്തം ആ കൈകളെല്ലാം കുത്തിത്തുളച്ച് എന്തിനാണ്? നിങ്ങൾക്ക് വിശുദ്ധ കരങ്ങൾ തരാൻ വേണ്ടിയാണ്. ആ രക്തമെല്ലാം ഒഴുകിയത് നമ്മുടെ കരങ്ങൾക്ക് പകരം യേശുവിൻ്റെ കരങ്ങൾ കുത്തിത്തുളച്ചു. ഇരുമ്പാണ്
ചൂണ്ടുകാണികളാൽ. എന്തിനാണ്? യേശു ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ കരങ്ങൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മുടെ കരങ്ങൾക്ക് അതോറിറ്റി, അധികാരം തരാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16:17 പറയുന്നു, ഇൻ മൈ നെയിം യു വിൽ കാസ്റ്റ് ഔട്ട് ഡീമൻസ്, യു വിൽ ലേ ഹാൻഡ് ദ സിക്ക് ആൻഡ് ദേ വിൽ റിക്കവർ എന്ന്. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സാത്താനെ പുറത്താക്കാൻ സാധിക്കും. എല്ലാവർക്കും എത്ര പേര് വിശ്വസിക്കുന്നു? അത്രയും വലിയ ശക്തിയാണ് യേശുവിൽ പിൻഗാമികൾ, യേശുവിനെ പിൻപറ്റിയവർ, യേശുവിൽ ജീവിക്കുന്നവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കുള്ളതാണ് ഈ വചനങ്ങളെല്ലാം. അപ്പോൾ യു വിൽ ലേ ഹാൻഡ് ദ സിക്ക് ആൻഡ് ദേ വിൽ റിക്കവർ. നിങ്ങൾക്ക് കൊണ്ട് കരങ്ങൾക്ക് ശക്തി. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശു ചെയ്ത പ്രവൃത്തി ചെയ്യും, അതിലും കൂടുതൽ ചെയ്യുമെന്ന് യോഹന്നാൻ സുവിശേഷം 14:12 പറയുന്നു. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പിന്നെ അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:12 പറയുന്നത്. പിന്നെ എക്ലീസിയാസ്റ്റസ് 9:10 എനിക്കിഷ്ടമാണ് ആ വാക്യം. വാട്ട് എവർ യുവർ ഹാൻഡ് ഫൈൻസ് ടു ഡു, നിൻ്റെ കൈ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇപ്പോൾ ചെയ്യണമെന്ന്. ഡു ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. എങ്ങനെ ചെയ്യണമെന്നാണ്? നിങ്ങൾ എക്സലൻ്റായിട്ട് ചെയ്യണമെന്ന്, സൂപ്പറായിട്ട് ചെയ്യണമെന്ന്. വിത്ത് ഓൾ യുവർ മൈറ്റ്, നിൻ്റെ സർവ്വശക്തിയും ബലവും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ് പറയുന്നത്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടെന്നാൽ വൈ ഹി ഹാസ് റിട്ടൺ, Solomon, the wisest king, Solomon has written, there is no work or device or knowledge or wisdom in the grave where you are going. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ചെയ്യാവുന്നില്ല, ഇപ്പോൾ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ പിന്നെ നീ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പശ്ചാത്തപിക്കുക, അയ്യോ ദൈവമേ ഞാനത് ചെയ്യായിരുന്നു എന്ന്. വിധി ദിവസത്തിലൊന്നും മരിച്ചു കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ശരീരത്തിലായിരിക്കുമ്പോൾ എന്ത് നന്മ പ്രവൃത്തി നിൻ്റെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നോ അതിനെല്ലാം വാല്യൂ ഉണ്ട്, അതിനെല്ലാം വിലയുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ വർക്ക്. അവിടെ ഒരു പണിയില്ല. നീ സെമിത്തേരിയിൽ മരിച്ചു കഴിഞ്ഞ് അവിടെ കൊണ്ട് അടക്കുമല്ലോ, അല്ലേ? സെമിത്തേരിയിൽ അവിടെ ഇൻ ദ ഗ്രേവ് യു ആർ ദേർ. നോ. അപ്പോൾ എന്താ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. ആർക്കും നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. ആർക്കും നിങ്ങളെ പ്രാർത്ഥന കൊണ്ടോ ഒപ്പീസ് കൊണ്ടോ കുർബാന കൊണ്ടോ ഒന്നും ആ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റുകയില്ല. സ്വർഗവും നരകവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രേവിയിൽ കിടക്കുമ്പോൾ അവിടെ ഒരു വർക്കുമില്ല എന്ന്, അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ബിക്കോസ് ദർ ഈസ് നോ വർക്ക്, നോ ഡിവൈസ് ഓർ നോളേജ് ഓർ വിസ്ഡം. അവിടെ അറിവില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും വിസ്ഡം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ ദൈവജ്ഞാനമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്യാവുന്നതെല്ലാം സമയം തക്കത്തിന് ഉപയോഗിക്കുക. വർക്ക് വൈൽ ഇറ്റ് ഈസ് ഡേ, when night is coming no one can work എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 9:4 പറയുന്നു. യേശു ഇപ്പോഴാണ് കറക്റ്റ് സമയം, ഇപ്പോഴാണ് പകൽ സമയം. രാത്രി വരുന്നുണ്ട്, അന്ധകാരം വരുന്നുണ്ട്, ഇരുൾ വരുന്നുണ്ട്. ഇതെല്ലാം സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമയമാകും, നക്ഷത്രങ്ങളെല്ലാം ആകാശത്ത് നിന്ന് പൊഴിഞ്ഞു വീഴും. അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ചെയ്യുക. ഇപ്പോൾ നല്ല സമയമാണ്, അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധിയുള്ള കരങ്ങളാൽ വിശുദ്ധമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ സ്വർഗസ്നായ പിതാവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ എല്ലാവരും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.